ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണ് കഴിച്ചിട്ടിരിക്കുകയാണോ? ഊണിന് എന്തായിരുന്നു സ്പെഷ്യൽ ഇന്ന് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഉച്ചയ്ക്കാണല്ലോ വരുന്നത്, ഈ ഒരു വീഡിയോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാനപ്പോൾ ഇന്നിപ്പോൾ എന്തായിരുന്നു കറി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയോ, ഓണത്തിനുള്ള കറികളൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്യുന്നതിന് പകരമായിട്ട് വളരെ എളുപ്പത്തിൽ ഫ്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ. അപ്പോൾ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുണ്ടാകുന്ന രീതിയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 പിടി വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു 1.5 പിടി വെണ്ടയ്ക്ക, ഒരു 10-20 വെണ്ടയ്ക്ക എടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്, നമ്മുടെ പുട്ടിൻ്റെ പാകത്തിൽ വറുത്തതല്ല. അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പാകത്തിൽ വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി എടുക്കുക കേട്ടോ. പുട്ടിൻ്റെ തരിയുള്ള അരിപ്പൊടി എടുക്കരുത്. പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പകുതി മതി. പിന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് വെച്ചാൽ, നീളം കുറഞ്ഞ വെണ്ടയ്ക്ക എടുക്കുക കേട്ടോ. അധികം നീളമുള്ള മൂപ്പ് കൂടിയ വെണ്ടയ്ക്ക വേണ്ട, നീളം കുറഞ്ഞ് മൂപ്പ് കുറഞ്ഞ വെണ്ടയ്ക്ക എടുക്കുക. ഇത് നമ്മൾ ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തിട്ട് നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, ഈ 4 പീസായിട്ട്. അപ്പോൾ നീളം കുറഞ്ഞ വെണ്ടയ്ക്കാണെങ്കിൽ നമുക്ക് ഒരുപോലത്തെ വെണ്ടയ്ക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ. അല്ലെങ്കിൽ പല വലിപ്പത്തിലുള്ള വെണ്ടയ്ക്കാണെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ നീളം കുറഞ്ഞ വെണ്ടയ്ക്ക, ഇളയ വെണ്ടയ്ക്ക എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൂപ്പ് കൂടിയ വെണ്ടയ്ക്കാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അത് എടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് ഉപ്പാണ്. വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ ഞാൻ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. ഇതൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങയുടെ ഒരു പകുതി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. കുരു വീഴാതെ പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനിഗർ ചേർക്കാം 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകൾ വെണ്ടയ്ക്കയിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. വെണ്ടയ്ക്കയ്ക്ക് ചെറിയ നനവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെണ്ടയ്ക്ക നന്നായിട്ട് തുടച്ചെടുത്തിട്ടല്ല കട്ട് ചെയ്തത്. വെണ്ടയ്ക്ക കഴുകിയപ്പോൾ ഉള്ള ഒരു ചെറിയ നനവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. വെള്ളം ചേർക്കുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ അളവിൽ വെള്ളം ചേർക്കുക. അധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് കുഴഞ്ഞിരിക്കുന്ന രീതിയിലായി പോവും. ആ വെണ്ടയ്ക്കയിലേക്ക് പിടിച്ചിട്ട് മാവൊന്ന് കോട്ടായി നിന്നാൽ മതി. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കടലമാവും ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർക്കുക, അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കോട്ട ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കോട്ട ആയി വരുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കോട്ടായി വന്നോളും. പിന്നെ നമ്മളിതിലേക്ക് ഒരു പൊടിയും കൂടി ചേർക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഈ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒരു ലൈറ്റ് കോട്ടിങ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് പൊടികൾ വെണ്ടയ്ക്കയിലേക്ക് പിടിച്ചു വരാനായിട്ട്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കയിലേക്ക് പൊടികളൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന അത്രയും സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് സമയമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ, നമുക്കതിന് ശേഷം ഫ്രൈ ചെയ്യാം.
അപ്പോൾ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക മസാല പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. കുറച്ചധികം ഓയിൽ വേണം എന്ന് മാത്രം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ തന്നെ നന്നായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞിട്ട് വേണം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാനായിട്ട്. ഓയിൽ ചൂടാവുന്നതിന് മുന്നേ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക എണ്ണ വലിച്ചെടുക്കും. ഇനി നമ്മുടെ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ. കറിവേപ്പിലയും വെണ്ടയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ വെണ്ടയ്ക്കയിലേക്ക് പിടിച്ചു വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഓരോ വെണ്ടയ്ക്കയുടെ പീസായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കോട്ടിങ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് മുന്നേ നമ്മളൊരു വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അത് വേറൊരു ടേസ്റ്റാണ്, ഇതിന് വേറൊരു ടേസ്റ്റ്. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ തിരിച്ചിടരുത്. ഒന്ന് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ മാവിൻ്റെ കോട്ടിങ് പോകാതിരിക്കാനാണ് നമ്മൾ ഒന്ന് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡൊന്ന് കുക്കായി വരട്ടെ. നമ്മുടെ വെണ്ടയ്ക്ക ഒരു സൈഡൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. വെണ്ടയ്ക്ക ഇടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ വെണ്ടയ്ക്കയിൽ ഒരുവിധം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നനവ് കൂടുതലുള്ള വെണ്ടയ്ക്കയാണെങ്കിൽ കൂടുതലായിട്ട് മസാലയുടെ കോട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴുകി തുടച്ചെടുക്കുന്നതിന് പകരം കഴുകി എടുത്തിട്ട് ഉടനെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ സൈഡും ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഞാൻ ഒന്നുകൂടി തിരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ആദ്യത്തെ സൈഡ് ഫ്രൈ ആയി വരാൻ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ആ കറിവേപ്പില മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും കറക്റ്റായിട്ട് മൊരിഞ്ഞുണ്ടാവും കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് മുക്കാൽ ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ വേണം കറിവേപ്പില ചേർക്കാനായിട്ട്. അപ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് എണ്ണയിലേക്ക് പിടിച്ചു വരിക. അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കറിവേപ്പില പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇത്രയും ഫ്രൈ ആയി കഴിയുമ്പോൾ മാത്രം ഫ്ലെയിം കൂട്ടി വയ്ക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള വെണ്ടയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ വീണ്ടും കറിവേപ്പിലയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഫ്ലെയിം കുറയ്ക്കാനായിട്ട്. ഇത്രയും സമയം ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കുക. വീണ്ടും നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പോലെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം നമ്മളത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.